ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ കുൻഫു പാണ്ട എന്ന ഇംഗ്ലീഷ് ആനിമേഷൻ മൂവിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് ഇംഗ്ലീഷ് സെന്റൻസ് കണ്ടാൽ അത് എങ്ങനെ അർത്ഥം വെക്കണമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മനസ്സിലാക്കും. പിന്നെ മറ്റൊന്ന്, ചില വാക്കുകളുടെ അർത്ഥവും അതുപോലെ തന്നെ അതിന് വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇംഗ്ലീഷിലെ ചില പ്രധാനപ്പെട്ട പ്രയോഗങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. Do you remember the first time you climbed these steps to the Jade Palace? Do you remember? നീ ഓർക്കുന്നുവോ? ഇതൊരു ചോദ്യമാണ്. യു റിമെമ്പർ എന്ന് പറഞ്ഞാൽ നീ ഓർക്കുന്നു എന്നും, അതിനു മുമ്പ് ഒരു ഡു എന്ന് ചേർത്താൽ, യുക്ക് മുമ്പ് ഡു എന്ന് ചേർത്താൽ നീ ഓർക്കുന്നുവോ ഒരു ചോദ്യമായി മാറും. ദ ഫസ്റ്റ് ടൈം, ആദ്യ സമയം. യു ക്ലൈംബിഡ്, നീ കയറി. ക്ലൈംബിഡ് എന്നത് V2 സെൻറ്റൻസ് ആണ്. അതിൻ്റെ V1 ക്ലൈംബ് എന്നാണ്. ദീസ് സ്റ്റെപ്സ്, ഈ സ്റ്റെപ്പുകൾ. ടു ദ ജാഡെ പാലസ്, ജാഡെ പാലസിലേക്കുള്ള ഈ സ്റ്റെപ്പുകൾ നീ കയറി. ടു എന്ന് പറഞ്ഞത് ലേക്ക് എന്ന അർത്ഥം കൊടുക്കാൻ വേണ്ടിയാണ്. How could I forget? I thought I'd never make it to the top. How could I forget? എനിക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ കുഡി എന്നതിൻ്റെ അർത്ഥം സാധിക്കും എന്നാണ് വരുന്നത്. But you persevered. Yes, but you persevered. And once again. Persevered എന്നത് V2 സെൻറ്റൻസ് ആണ്. അതിൻ്റെ അർത്ഥം വരുന്നത് കഠിന പ്രയത്നത്തിലൂടെയും വളരെ പ്രയാസമുള്ള സാഹചര്യത്തിലൂടെയും ഒരു ലക്ഷ്യം നേടുന്നതിനായി ദൃഢനിശ്ചയത്തോടെ, അതായത് സ്ഥിരോത്സാഹത്തോടെ പെരുമാറുക എന്നാണ് അർത്ഥം. Destiny calls for you to take the next step on your journey. The next step? What are you talking about? I've already taken all the steps. Haven't I? It is time for you to choose your successor. Successor for what? A successor to be the next Dragon Warrior. Oh, yeah, I get it. Funny. I get it. എനിക്ക് മനസ്സിലായി. ഗെറ്റ് എന്നതിന് മനസ്സിലാവുക എന്നതിന് അർത്ഥമുണ്ട്. ഇതിൻ്റെ ഒരു ഡീപ്പ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഹൈ ബട്ടണിൽ കൊടുക്കുന്നതാണ്. Because I'm the Dragon Warrior. കോയ്സ് ഐ ആം ഡ്രാഗൺ വാരിയർ. ഇവിടെ കോയ്സ് എന്നതിൻ്റെ അർത്ഥം കാരണം എന്നാണ് വരുന്നത്. കോയ്സ് എന്നതിൻ്റെ അർത്ഥം കാരണം എന്നാണ് വരുന്നത്. കോയ്സ് ഐ ആം ദ ഡ്രാഗൺ വാരിയർ, കാരണം ഞാൻ ഡ്രാഗൺ വാരിയർ ആണെന്ന്. കോയ്സ് എന്നതിൻ്റെ അർത്ഥം കാരണം എന്നാണ്. Wait. You mean I'm not going to be the Dragon Warrior anymore? You mean I'm not gonna be the Dragon Warrior anymore? You mean നിങ്ങൾ ഉദ്ദേശിക്കുന്നത് I'm not gonna be the Dragon Warrior anymore, ഇനി ഒരിക്കലും ഡ്രാഗൺ വാരിയർ ആകുകയില്ല എന്നാണോ? Exactly. Then what am I going to be? Once a successor is chosen, you will advance to the highest level in all of Kung Fu. Spiritual leader of the Valley of Peace. Exactly. തീർച്ചയായിട്ടും. Then what am gonna be? പിന്നെ ഞാൻ എന്താകും? Whoa! I don't know what that means. It's just like Master Oogway before you. You will oversee the valley, passing along wisdom and inspiring hope. You will oversee the valley. നീ ആ താഴ്വരയെ മേൽനോട്ടം വഹിക്കണം. ഓവർസി എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കണമെന്നും നിരീക്ഷിക്കണമെന്നും അർത്ഥം വരും. നിയന്ത്രിക്കുക എന്നൊക്കെ അർത്ഥം വരും. I appreciate the promotion. I think I'm just going to stick with the whole Dragon Warrior thing. Dragon Warrior thing? What is it you're holding? A cookie? Other hand. The Staff of Wisdom? It was given to you by Master Oogway. Do you really think it was so you could open a restaurant or post pictures? He wasn't super specific? Oogway entrusted you with... Oogway entrusted you. Oogway നിങ്ങളെ ഏൽപ്പിച്ചു. എൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ചുമതലയെയോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമോ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുന്നതിനെയാണ് പറയുന്നത്. വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചു എന്നാണ് എൻട്രസ്റ്റഡ്.